3 ദിവസമായുള്ളൂ. അയ്യോ, താഴെക്കൂടെ വന്നു, ഇവിടെ വന്നു. നൂറ്റിയപ്പൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് നൂറ്റിയപ്പൻ്റെ ടോപ്പിലാണ്. കുറേ കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ഉള്ള ഒരു കാടിൻ്റെ ബോർഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. കാരണം പകൽ സമയത്തൊന്നും ഇവർ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഇലയും ചെടികളും എല്ലാം കരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് ഇറങ്ങി നൂറ്റിയപ്പൻ്റെ സൈഡിലായിട്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഒരു തോട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി കാട്ടാനകൾ കൂട്ടത്തോടെ വരാറുണ്ട്. അതെന്നാലും പകൽ സമയത്ത് വരില്ല. ഒരു വൈകുന്നേരം സന്ധ്യാസമയത്താണ് ഇവരെല്ലാം വരാറുള്ളത്. നൂറ്റിയപ്പൻ്റെ ടോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് പാൽക്കുളമേടും കാണാൻ പറ്റും കേട്ടോ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണെന്നറിയോ പാൽക്കുളമേട്ടിൽ കാണാനുള്ളത്. ജൂൺ ജൂലൈ മഴ സമയത്ത് പാൽക്കുളമേട് നല്ല ആക്റ്റീവ് ആവും. ആ സമയത്ത് ഞാൻ പാൽക്കുളമേടിൻ്റെ ബാക്കി കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ.